ഹരിശ്രീ ഗണപതിക്ക് നമ അഭിനമസ്തു. നക്ഷത്രജാലത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ പുതുവർഷം എങ്ങനെയാണ് 2026 എല്ലാ 27 നാളുകൾക്കും എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ പറയുന്നത് കാർത്തിക രോഹിണി ഈ 2 നാളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ചെറിയൊരു ചുരുക്കമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യമേ ചാനൽ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ ഉള്ളത് ഒന്ന് തൊട്ട് വയ്ക്കുക. അപ്പോൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. കാർത്തിക നാളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആത്മവിശ്വാസം വർദ്ധിക്കും. നിങ്ങളുടെ ഔദ്യോഗിക രംഗത്ത് നിങ്ങൾക്കുണ്ടായിരുന്ന സമ്മർദ്ദം കുറഞ്ഞു കിട്ടും. എന്നാൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളെ വിജയപഥത്തിലെത്തിക്കുകയും ചെയ്യും. നിങ്ങൾ പാർട്ണർഷിപ്പിൽ നിങ്ങൾ വ്യവസായം ചെയ്യുന്നുണ്ടെങ്കിൽ അത് പുഷ്ടിപ്പെടുന്നതാണ്. സഹോദരനുമായിട്ടുള്ള സ്വത്ത് തർക്കം ഒക്കെ രാജിയാവാനൊരു സാധ്യത കാണുന്നുണ്ട്. കടബാധ്യതകളൊക്കെ കുറയാനായിട്ട് ശ്രമം തുടരും. പക്ഷെ കുറയാൻ കുറച്ചും കൂടി സമയമെടുക്കും. ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക, സാമ്പത്തിക തട്ടിപ്പുകളിൽ പെടാതിരിക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കുക. ഗൃഹം മോടി പിടിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കും, പക്ഷേ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ചിലവുണ്ടാകും. എന്നാൽ അസുഖമായിട്ട് കിടക്കുന്ന ആൾക്കാർക്ക് ആശ്വാസം ലഭിക്കാം. ജീവിതശൈലി രോഗങ്ങൾ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ നമ്മുടെ കാലാവസ്ഥ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതാണ്. കമിതാക്കൾ എതിർപ്പുകളെ നേരിടുന്നതാണ്. ഭാര്യ ഭർത്താക്കന്മാർക്ക് ജോലിയിൽ കഴിയുന്നവർക്ക് ഭാര്യയും ഭർത്താവും ജോലി ഉണ്ടെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് 2 ദിശകളിലേക്ക് നിങ്ങൾക്ക് മാറിപ്പോകേണ്ടതായിട്ട് വരും. അത് കുറച്ച് നാളത്തേക്ക് മതിയാകും. മക്കളുടെ കാര്യത്തിലൊക്കെ ചെറിയ ഉത്കണ്ഠയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കാർത്തിക നാളിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് രോഹിണി നാളിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം 2-ലും 3-ലുമാണ്, ശനി 11-ലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം സാധിക്കുന്നൊരു വർഷം തന്നെയായിരിക്കും ഇത്. സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ പരിഹരിക്കാൻ സാധിക്കും. നിങ്ങൾ ലോൺ വെച്ചിട്ടുണ്ടെങ്കിലൊക്കെ അത് പാസ്സായി കയ്യിൽ കാശ് കിട്ടാനൊരു സാധ്യതയുണ്ട്. വീട് നിർമ്മാണം ആലോചിക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് ആരംഭിക്കാൻ സാധിക്കും. തുടങ്ങിക്കഴിഞ്ഞവർക്കാണെങ്കിൽ അത് പൂർത്തീകരിക്കാനും സാധിക്കും. നിങ്ങൾ എന്തെങ്കിലും വാഹനം വാങ്ങുവാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ സാധിക്കും. പുതിയ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങാനും ഉള്ള സാധ്യതയും കാണുന്നുണ്ട്. ഉദ്യോഗത്തിലേക്ക് നിങ്ങൾ കടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് നല്ല ഉയർച്ചയിലേക്ക് തന്നെ നയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നല്ല നേട്ടങ്ങളുണ്ടാവും. പഠിക്കുന്ന കുട്ടികൾക്ക് ഏകാഗ്രതയും മികച്ച വിജയവും വരിക്കാനായിട്ട് സാധിക്കും. പ്രണയിക്കുന്ന ആൾക്കാർക്ക് തടസ്സങ്ങളൊക്കെ മറികടന്ന് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. കേതു 4-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. കൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മനക്ലേശങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആരോഗ്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവർക്ക് നന്ദി, നമസ്കാരം.